2022 ലോകം മുഴുവൻ ഖത്തറിലേക്ക് നോക്കിയെന്ന സമയം വെറും 30 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള കേരളത്തിന്റെ പകുതി മാത്രം വലുപ്പമുള്ള ഒരു രാജ്യം വെറും ഒരു മാസം നീണ്ടുനിന്ന ഫുട്ബോൾ ലോകകപ്പിനായിട്ട് ബില്യൺ കണക്കിന് ഡോളർ, 8 അത്യാധുനിക സ്റ്റേഡിയങ്ങൾ. എന്നാൽ ലോകകപ്പ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഈ ഒരു സ്റ്റേഡിയങ്ങളൊക്കെ എവിടാണ്, അല്ലെങ്കിൽ ആയിരങ്ങൾ നിറഞ്ഞിരുന്ന ആ ഒരു സ്റ്റേഡിയങ്ങളുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ ഖത്തറിന് ഇതിനു വേണ്ടി മറ്റൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരുന്നോ എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ലുസൈൽ സ്റ്റേഡിയം 88,000 സീറ്റുകളുള്ള ലുസൈൽ സ്റ്റേഡിയം 2022 ലോകകപ്പ് ഫൈനലിന്റെ വേദിയായിരുന്നു. ഇന്നിത് ദേശീയ ആഘോഷങ്ങൾക്കും വലിയ കായിക സാംസ്കാരിക പരിപാടികൾ, പ്രത്യേക ഫുട്ബോൾ മത്സരങ്ങൾ എന്നിവയ്ക്ക് മാത്രമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഭാവിയിൽ ഈ ഒരു പ്രദേശം വലിയ മൾട്ടി യൂസ് കമ്മ്യൂണിറ്റി ആയിട്ട് വികസിപ്പിക്കാനുള്ള പദ്ധതികളൊക്കെ ഖത്തർ ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. രണ്ടാമതായിട്ടുള്ളത് അൽബൈത്ത് സ്റ്റേഡിയം ആണ്. അറബ് ടെന്റിന്റെ മാതൃകയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു സ്റ്റേഡിയം ലോകത്തെ മുഴുവൻ വിസ്മയിപ്പിച്ചു തന്നായിരുന്നു. ഇപ്പോൾ ഖത്തർ ലീഗ് മത്സരങ്ങൾക്കും ദേശീയ ടീമിന്റെ മത്സരങ്ങൾക്കും മറ്റ് വലിയ പരിപാടികൾക്കൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. സ്റ്റേഡിയത്തിന്റെ ചില ഭാഗങ്ങൾ പൊതുജന ആവശ്യങ്ങൾക്കായിട്ട് മാറ്റുന്ന പദ്ധതികളും ഉണ്ട്. മൂന്നാമതായിട്ടുള്ളത് സ്റ്റേഡിയം 974 ആണ്. ഇതാണ് ലോകത്തിലെ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ലോകകപ്പ് സ്റ്റേഡിയം എന്ന് പറയുന്നത്. അതായത് 974 ഷിപ്പിംഗ് കണ്ടെയ്നേഴ്സ് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഒരു സ്റ്റേഡിയം ആയിരുന്നു ഇത്. ലോകകപ്പിന് ശേഷം ഇത് പൊളിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു സ്ഥലത്തിന്റെ ഭാവി വികസന പദ്ധതികളെ കുറിച്ചിട്ടൊക്കെ ഖത്തർ വിവിധ പദ്ധതികളൊക്കെ ഇങ്ങനെ പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണിത്. ഇതൊരു സ്ഥിര സ്റ്റേഡിയം ഒന്നും അല്ലായിരുന്നു, ജസ്റ്റ് വേൾഡ് കപ്പിന് വേണ്ടി നിർമ്മിച്ച ഒരു സ്റ്റേഡിയം മാത്രമായിരുന്നു ഇത്. നാലാമതായിട്ടുള്ളത് എഡ്യൂക്കേഷണൽ സിറ്റി സ്റ്റേഡിയം ആണ്. യൂണിവേഴ്സിറ്റി ക്യാമ്പസിന്റെ ഹൃദയ ഭാഗത്ത് എന്നൊക്കെ പറയുന്ന പോലെ നിർമ്മിച്ചിട്ടുള്ള ഒരു സ്റ്റേഡിയം ആയിരുന്നു ഇത്. ഇന്നിത് വിദ്യാർത്ഥികളുടെ കായിക പരിപാടികൾക്കും ദേശീയ മത്സരങ്ങൾക്കും വിവിധ സ്പോർട്സ് ഇവന്റുകൾക്കൊക്കെ ആയിട്ടാണ് ഖത്തർ ഇത് ഉപയോഗിക്കുന്നത്. വിദ്യാഭ്യാസത്തെയും സ്പോർട്സിനെയൊക്കെ ഒരുമിപ്പിക്കുന്ന ഒരു കേന്ദ്രമായിട്ട് ഇതിനെ മാറ്റുക എന്നതാണ് ഖത്തറിന്റെ ലക്ഷ്യമായിട്ട് അവർ പറയുന്നതും. അഞ്ചാമത്തെ സ്റ്റേഡിയം അഹമ്മദ് ബിൻ അലി സ്റ്റേഡിയം ആണ്. ഇതിന്ന് ഖത്തർ സ്റ്റാർസ് ലീഗിലെ അൽ റയാൻ ക്ലബിന്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ക്ലബ്ബ് മത്സരങ്ങൾ, ദേശീയ ടീമിന്റെ മത്സരങ്ങൾ, മറ്റ് ഇവന്റുകൾ എന്നിവയ്ക്കൊക്കെയാണ് നിലവിൽ ഈ ഒരു സ്റ്റേഡിയം ഉപയോഗിച്ചു പോരുന്നത്. ആറാമതായിട്ടുള്ളത് അൽ ജനൂബ് സ്റ്റേഡിയം ആണ്. പ്രശസ്ത ആർക്കിടെക്റ്റ് ആയിട്ടുള്ള സാഹ ഹദീദ് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു സ്റ്റേഡിയം ആണിത്. ഇതിന്ന് നിലവിലെ അൽ വക്രാഹ് ക്ലബിന്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് സ്ഥിരമായിട്ട് ലീഗ് മത്സരങ്ങൾക്കൊക്കെയാണ് നിലവിൽ ഈ ഒരു സ്റ്റേഡിയം ഇപ്പോൾ ഉപയോഗിച്ചു പോരുന്നത്. ഏഴാമതായിട്ടുള്ളത് അൽ തുമാമ സ്റ്റേഡിയം ആണ്. അതായത് പരമ്പരാഗത അറബ് തൊപ്പിയിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ട് അതിൻ്റെ ആ ഒരു ഡിസൈനിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു സ്റ്റേഡിയം ആയിരുന്നത്. ഇത് ലോകകപ്പിന് ശേഷം ഫുട്ബോൾസ് മത്സരങ്ങൾക്കും അതേപോലെ തന്നെ മറ്റ് കമ്മ്യൂണിറ്റി പരിപാടികൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റേഡിയം ഇപ്പോൾ ഉപയോഗിച്ചു പോരുന്നത്. സ്റ്റേഡിയത്തിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ആരോഗ്യ സാമൂഹ്യ സേവനങ്ങൾക്കൊക്കെ വേണ്ടി മാറ്റുന്ന പദ്ധതികളൊക്കെ ഖത്തർ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. എട്ടാമതായിട്ടുള്ളത് ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയം ആണ്. അതായത് ഖത്തറിൻ്റെ ഏറ്റവും പഴക്കമുള്ള അന്താരാഷ്ട്ര സ്റ്റേഡിയം ആണിത്. ലോകകപ്പിന് മുമ്പ് ഈ ഒരു സ്റ്റേഡിയം ഉണ്ടായിരുന്നതാനും ഇന്നും നിലവിലെ ഏത് ദേശീയ ടീമിൻ്റെ മത്സരങ്ങൾ, അത്ലറ്റിക്സ്, വിവിധ അന്താരാഷ്ട്ര കായിക മത്സരങ്ങൾ എന്നിവയ്ക്കൊക്കെ വേണ്ടി ഇത് ഉപയോഗിച്ച് പോരുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാന വേദിയൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു സ്റ്റേഡിയം തന്നെയാണ്. പലർക്കുമുള്ള വലിയൊരു സംശയമാണ് ഈ ഒരു സ്റ്റേഡിയങ്ങൾ സാമ്പത്തികപരമായിട്ട് വിജയമായിരുന്നു എന്നത്. അതായത് വെറും ടിക്കറ്റ് വിൽപ്പന മാത്രം എടുത്തു വെച്ചിട്ട് നോക്കിയാൽ അല്ല എന്നത് തന്നെയാണ് ഉത്തരം. പക്ഷേ ഖത്തറിൻ്റെ ലക്ഷ്യങ്ങൾ ഈ ഒരു സ്റ്റേഡിയങ്ങൾ മാത്രമല്ലായിരുന്നു. ഖത്തർ എന്ന രാജ്യത്തിനെ ലോകത്തിന് മുമ്പിൽ ഒരു ബ്രാൻഡായിട്ട് ഉയർത്തി കാണിക്കുക, ടൂറിസം വർദ്ധിപ്പിക്കുക, വിദേശ നിക്ഷേപങ്ങൾ ആകർഷിക്കുക, ആഗോള ശ്രദ്ധ നേടുക എന്നിവയെല്ലാം ഉൾപ്പെട്ട ഒരു ദീർഘകാല തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു അവർ ഈ ഒരു ലോകകപ്പ് ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഒരു മാസം മാത്രം നീണ്ടുന്ന ലോകകപ്പിനായിട്ട് ലോകത്തിലെ ഏറ്റവും ആധുനികരമായിട്ടുള്ള സ്റ്റേഡിയങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുള്ള ഖത്തർ ഇന്ന് അവയിൽ ചിലത് ക്ലബ് ഫുട്ബോളിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, ചിലത് ദേശീയ ഇവൻറ്റുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, ചിലത് മറ്റ് വികസന പദ്ധതികളിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ഖത്തർ ലോകകപ്പ് എന്ന് പറയുന്നത് വെറും ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് മാത്രമായിരുന്നില്ല. അത് ലോകത്തിന് മുമ്പിൽ സ്വന്തം രാജ്യത്തെ പ്രസൻറ്റ് ചെയ്യാനുള്ള വലിയൊരു ബ്രാൻഡിങ് പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഗൈസ്, ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. So thanks for watching.